ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ കുറേ ടീം പറയുന്നത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. എനിക്ക് റീച്ച് കിട്ടാൻ ചെയ്യാൻ മാത്രം ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ കണ്ടന്റ് ബേസ് ക്രിയേറ്ററും എല്ലാം ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ എപ്പോഴും വീഡിയോ ഇട്ട് നടക്കുന്ന ആളായിരിക്കണം. ഇതൊന്നും ഇല്ലാതാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പോസ്റ്റ് ഇട്ട് ഡിലീറ്റ് ചെയ്തു ഒക്കെയാണ് കാര്യം. സീരിയസ്ലി പറഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ഇടാനുള്ള കാരണം, ഇനിയെങ്ങാണം നാളെ ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഈ പറയുന്നവർ തന്നെ ചോദിക്കും ചേട്ടൻ എന്തേ. ഇത് തന്നെ ആയിരിക്കും എൻ്റെ കമൻറ്റ്. ഞാൻ ഇൻസ്റ്റേന്നും എഫ് ബിന്നും ഞാൻ പോസ്റ്റ് മാറ്റിയപ്പോൾ തന്നെ പലരും എൻ്റെ PM വന്ന് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറയുന്നതിലും ഭേദം ഇതാകുമ്പോൾ ഒരു പോസ്റ്റിലൊരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തീരുമല്ലോ. അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ട്വിസ്റ്റായിരുന്നു. അപ്പം ചോദ്യം Q&Aയുടെ ഉത്തരം പറയാനാണ് ഞാൻ വന്നത്. ഇത് തന്നെ എല്ലാം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാം സെപ്പറേറ്റഡ് ആവാനുള്ള കാരണത്തിൻ്റെ റീസണും കാര്യങ്ങളും അത് തന്നെ പലരും ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, അതെന്ത് പറ്റി? ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തു. ഞങ്ങൾ പിന്നെ ഇഷ്യൂസ് എന്ന് പറയാൻ അഹങ്കാരം എന്നൊക്കെ പറയാം. അത് ആ ഇഷ്യൂ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല. ഞങ്ങൾ വിചാരിച്ചാലും അപ്പുറം കൈവിട്ട് പോയി മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പം അവന് എന്നെ വേണം, എനിക്ക് അവനെ വേണം, അങ്ങനെ പ്രശ്നമായി, ബഹളമായി. അപ്പോൾ പിന്നെ വീണ്ടും സെറ്റായി. അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ് കാരണം. അല്ലാതെ ഇത് തന്നെയാണ് എല്ലാത്തിനും ഉള്ള ആൻസർ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുക, എന്നിട്ട് റിമൂവ് ആക്കുക. ഹസ്ബൻഡ് അവിടെയും വൈഫ് അവിടെയും നിന്നാൽ ഡിവോഴ്സ് ആവില്ല. ഡിവോഴ്സ് ലീഗൽ പ്രൊസീജിയറാണ്. തൻ്റെ പ്രായത്തിൻ്റെ ഇമ്മെച്യൂരിറ്റിയും അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയും ഇട്ടൊരു പോസ്റ്റാണ്. മനസ്സിലായി. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, പഠിക്കാൻ തുടങ്ങണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. ഇൻസ്റ്റഗ്രാമും പോസ്റ്റും റീൽസും ഒന്നല്ല ലൈഫ്. അത് ശരി, ഇൻസ്റ്റഗ്രാമും പോസ്റ്റും റീൽസും ഒന്നുമല്ല ലൈഫ്. ഞാനാണെങ്കിൽ അങ്ങനെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടത്, ഈ വർഷം ഞാൻ ഒന്നും ഇട്ടില്ല. ഇൻസ്റ്റ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ല വീഡിയോ ഇടും. ഇപ്പം പിന്നെ ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയതിനു ശേഷം ഞാൻ അടുപ്പിച്ച് 2-3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ കളിച്ചുകൊണ്ടിരിക്കില്ല. പിന്നെ ഞാനൊരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ഇട്ടൊന്നുമല്ല. കാരണം ഞങ്ങൾ ഇനി നാളെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യമായിരിക്കും ചേട്ടൻ എന്തെങ്കിലും. പിന്നെ ഞാനിത് ആരോടും പറയാതെ വെച്ച് കഴിഞ്ഞാൽ നാളെ അവൻ വേറെ കെട്ടുമോ ഞാൻ വേറെ കെട്ടുമോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾ റിലേഷൻ ഇരുന്നിട്ട് ഞങ്ങൾ അവിഹിതം തേടിപ്പോയ പറയുന്ന ടീംസാന്ന് പറയും. അതിലും ഭേദം നേരത്തെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇതൊരു ഇതാക്കി അങ്ങ് തീർക്കുമല്ലോ. അല്ലാതെ എനിക്ക് പിന്നെ അറ്റൻഷൻ പിടിച്ചു പറ്റേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ യൂട്യൂബ് കൊണ്ടോ ഇൻസ്റ്റ കൊണ്ടോ ഒന്നും അല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വർഷം തൊട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം സച്ചു അങ്ങനെയാണ് ഡൗൺ പഠിക്കാൻ പറ്റുന്നത്. ഈ വർഷം എന്തായാലും ഞാൻ പഠിക്കാൻ പോകും. ഇനി ഇത് ദിദിൻകുമാറിനും കൂടെ ഉള്ളതാണ്. ബാബാ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ലൈഫിൽ മാരേജിന് ശേഷം വന്ന ചേഞ്ചസ്. കമോൺ പറ. മാരേജിന് ശേഷം വന്ന ചേഞ്ചസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ആയിട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഇപ്പോഴും ഒരു മെച്ചോർഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എന്താ വെച്ചാൽ എടുത്തുചാട്ടും കാര്യങ്ങളും കൂടുതലാണ്. വാശി, ഈഗോ, അതിന്റെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളും ഞങ്ങളുടെ കേസ് കൊടുത്ത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഈഗോ പ്രോബ്ലത്തിന്റെ പുറത്താണ് അത് ഒരു എന്താ പറയാ ഒരു ലീഗലി മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആള് വിചാരിച്ചെന്താകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആള് വിചാരിച്ചെടുത്ത് കാര്യം കിട്ടുന്നു. അപ്പൊ ഞാനെന്താ വെച്ചാൽ ഞാൻ അതിന്റെ വാശിക്ക് ഞാനും നിന്നു. പക്ഷെ അത് കഴിഞ്ഞു വക്കീലിന്റെ അടുത്ത് എത്തിയ സമയത്താണ് നമുക്ക് മനസ്സിലായത്. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പരിഹാരമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ മെച്യൂരിറ്റി കുറവാണ്. 100% ഇയാൾക്ക് മെച്യൂരിറ്റി കുറവ്. എടുത്തുചാട്ടം വളരെ കൂടുതലാണ്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ വാശി, വിചാരിച്ച കാര്യങ്ങൾ അപ്പം നടക്കണം എന്നുള്ളൊരു വാശിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ പഴയത് എങ്ങനെയാണോ അതിലും ബെറ്റർ ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ സച്ചുമോ വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഇല്ല. എൻ്റെ ലൈഫ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചുമോൻ വന്നതിന് ശേഷം ഞാൻ ഒരു അച്ഛനായി. അപ്പോൾ അതിൻ്റെതായ കുറേ കാര്യങ്ങളും ഒരു ഇതും. പക്ഷേ ഇവൾക്ക് ഒരു അമ്മ എന്നുള്ള ഒരു ഫീലിങ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു 21 വയസ്സിന്റെ ആ ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ്. കറക്റ്റ് ഒരു എന്താ പറയുക ഒരു അമ്മയുടെ ഫീലിങ്സോ ആ ഒരു കാര്യങ്ങളോ ഒക്കെ വന്നിട്ടില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ സച്ചു വന്നതിന് ശേഷം വളരെ ഹാപ്പിയാണ്, ജീവിതം നല്ല പോലെ നല്ല എന്താ പറയുക, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഈഗോൻ്റെ പുറത്ത് വന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ആ വൈകി പോയപ്പോഴാണ് കൈവിട്ട് പോകുന്നു തോന്നിയത്. കൈവിട്ട് തോന്നിയപ്പോൾ പിന്നെ നമുക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളായിരുന്നു. അത് അത്രത്തോളം എത്തിച്ചത് ഇവളുടെ ഈ ഒരു ഈഗോ മാത്രമാണ്. ആ ഈഗോ മാറിയപ്പോൾ ഈഗോ മാത്രമല്ല, വാക്കുകൾ സൂക്ഷിച്ച് പറയണം. ഈഗോ അത് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും വിട്ടുകൊടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം രണ്ട് ഫാമിലീസും നല്ലപോലെ പോകുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വീണ്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോബ്ലം വന്നതിന് ശേഷമാണ് ആദ്യം എന്തുവാ പ്രോബ്ലം വന്നപ്പം എന്റെ വീട്ടുകാർക്ക് എന്റെ സൈഡ്, ഇവന്റെ വീട്ടുകാർക്ക് ഇവന്റെ സൈഡ്. അപ്പം രണ്ടുപേർക്കും വാശിയായി. ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്നും കൂടെ അവരെ ബോണ്ട് ഒന്നും കൂടെ കൂടുതൽ അടുത്തു. അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ചേച്ചിയുടെ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ടോമിയുണ്ട്. ടോമി എന്ന് വെച്ചാൽ ഒരു നായ്ക്കുട്ടിയാണ്, എന്നിട്ട് പെറ്റാണ്. എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, പിന്നെ സിംബയുണ്ട്, കുക്കു ഉണ്ട്, മിന്നിയുണ്ട്. സിംബയും മിന്നിയും പൂച്ചകളും, കുക്കു പട്ടിയും. അത് കുറച്ചവർക്കൊക്കെ അറിയാം. ചേച്ചി ഡെയിലി വീഡിയോസ് ഇടണേ. ഡെയിലി വീഡിയോസ് ഇടാന്ന് വെച്ചാൽ സച്ചു ഇപ്പം എൻ്റെ കൈ വിട്ട് പോകുന്നില്ല. എനിക്ക് അവനെയും വെച്ച് വീഡിയോ എടുക്കൽ നടക്കത്തില്ല. ഞാൻ ഓൺലൈനിൽ തന്നെ കയറുന്നത് മിക്കവാറും ദിതിൻകുമാറായിരിക്കും. ആർക്കെങ്കിലും ഒക്കെ മെസ്സേജിന് റിപ്ലൈ ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിനുള്ള സമയം ഇപ്പോൾ കിട്ടുന്നില്ല. ഇനി ഇച്ചിരിയൊക്കെ കഴിഞ്ഞിടാം, നോക്കട്ടെ. സച്ചുവിൻ്റെ കണ്ടീഷൻ മാതിരി ഇരിക്കും. നിങ്ങൾ എന്തിനാ ഇത്ര നാള് പിരിഞ്ഞു നിന്നത്? പറഞ്ഞ കാര്യങ്ങളാണ്, ഈഗോ ആണ്, വേറെ ഒന്നുമല്ല. ആരൊക്കെയുണ്ട്? ഉണ്ട്, ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടിരുന്നു. നാത്തൂന്റെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണോ ചേട്ടൻ തിരിച്ചു വിളിച്ചത്? ചേട്ടന്റെ വൈഫ് എവിടെ എന്ന ചോദ്യം വരും, അത് ഒഴിവാക്കാനാണോ? ഒരിക്കലും അല്ല. കാരണം നാത്തൂന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വെച്ചാൽ അവളെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല. അവളെ ഒരു പെണ്ണ് കാണൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അവളെ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, കാരണം അവന് ഭാര്യ വേണമെന്ന് തോന്നുന്നു. അത് ഒരിക്കലും അല്ല കേട്ടോ. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എടുത്തുചാട്ടം ഒന്നിനും ഒരു ശരിയായ ഏർപ്പാടല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈഗോയും ഈ വാശിയും ഒന്നും ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോയ ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തതയത്. അല്ലാതെ നാത്തൂൻ്റെ കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് മാത്രമല്ല. കാരണം എന്നെക്കാൾ കൂടുതൽ ബോണ്ടായിട്ട് ഇരിക്കുന്ന 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും, നാത്തൂനും ഇവളും. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഇവർ ഒരേപോലെയുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇവരെന്താ സംബന്ധിച്ചാൽ രണ്ടും സെയിം ഏജുകാരായതുകൊണ്ട് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ വീട്ടുകാരായിട്ട് ഒക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങൾ. ഞാൻ എന്നെ എന്നുള്ളൊരു വാശിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പം നമുക്ക് നമ്മളേതായ ഡിപ്പെൻഡേഷൻ ഉണ്ടല്ലോ, ആ ഡിപ്പെൻഡേഷൻ അംഗീകരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അതൊക്കെയാണ് ഇതിന് ചെറിയ ഇവൻ ഏതാണ്ടൊക്കെ വലിയ പറയുന്ന അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. വെറും കൊച്ചു കാര്യത്തിന്റെ പേര് അത് തന്നെ പറഞ്ഞു. ഈ ചെറിയ ചെറിയ വിഷയങ്ങളാണ് വലിയ വിഷയങ്ങളാക്കി മാറ്റി. ചേട്ടന്റെ വീടിന്റെ ഹോം ടൂർ കാണിക്കുമോ? തീർച്ചയായിട്ടും വീഡിയോ ഇടാ. സച്ചുവിന്റെ ഇത് മാതിരി ഇരിക്കും ഞങ്ങൾ, അതുകൊണ്ടാ. എനിവേ, ഇനി നന്നായി ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. നമ്മള് പണ്ടേ ഹാപ്പി ആയിരുന്നു. കാരണം കുറച്ച് അടി ഇട്ടപ്പോഴും കോമഡി അതല്ല. ഞങ്ങളോട് വക്കീല് വിളിക്കരുത് എടുക്കരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾ അടി ഇടാനാണെങ്കിലും വിളിക്കും, എടുക്കും. എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും അറിയാം. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പിണക്കമാണ്. എന്നെ പറ്റി ആരെങ്കിലും എന്ത് കുറ്റം പറഞ്ഞാലും അവൻ വന്ന് എന്നോട് പറഞ്ഞു തരും. അവനെ പറ്റി ആരെങ്കിലും എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ അവനോട് പോയി കൊടുക്കും. മെയിൻ പിന്നെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്ന കുറെ ടീംസ്. പിന്നെ എന്താ സംബന്ധിച്ചാൽ ഇപ്പം ഓപ്പൺ ആയിട്ട് പറയാം, നമ്മുടെ കുടുംബത്തിലായാലും ഇവളുടെ കുടുംബത്തിലായാലും ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മൾ രണ്ടുപേരും. പക്ഷെ ഇതിനിടയിൽ കൂടെ നല്ല പാര വെക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സിന്റെ കുടുംബത്തിനേക്കാളും പുറമേ ഉണ്ട്. ഇവന്റെ ഫ്രണ്ട്സിന്റെ 2 ആളും ഒരുമിച്ച് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇൻസ്റ്റയിൽ ആ പോസ്റ്റ് ഇട്ടപ്പോൾ എന്തോ അപ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു ഇഷ്യൂ? ഇഫ് പേഴ്സണൽ നോട്ട് ടു ഷെയർ, എനിവേസ് ലീവ് ഹാപ്പിലി ഫോർ എവർ. അത് ഞങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സംഭവം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യം കുഞ്ഞു വിഷയങ്ങൾ. ഒരാൾ പുറമെ ഒരാളെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്ന വിഷയങ്ങളെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. പുറമെ കേട്ട് കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ. തള്ളുവാ. താങ്ക് യു. ഞങ്ങള് ഇനിയും കുഴപ്പമില്ല, ഇനി അടിയിടത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഫാമിലി റിലേഷനിൽ എന്തായാലും ഭാര്യ ഭർത്താവുമ്പോൾ കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകും. ചോദിക്കാനൊന്നുമില്ല, പറയാനാണുള്ളത്. ഇനിയും ഒരു 100 years ഇതുപോലെ സ്നേഹിച്ച് ജീവിക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സച്ചുക്കുട്ടന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആണ് ഇതുപോലൊരു പേരൻസ്.
ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെച്യൂർഡായ പാരന്റ്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഈ ഒരു പ്രശ്നം നടന്ന് ഞങ്ങള് ഇതായതിനു ശേഷമാണ് ഇവനാണെങ്കിലും ഞാനാണെങ്കിലും സച്ചു ഞങ്ങളോട് കൂടുതലും ഇതായിട്ട് നിൽക്കുന്നത്. മറ്റേത് അവന് ഞങ്ങളെ രണ്ടുപേരെയും വേണ്ട. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് തന്നെയാണ്. കാരണം ഇപ്പൊ അവളെ വീട്ടിലായാലും അവൾക്ക് അവന്റെ ഒരു കാര്യങ്ങളും നോക്കേണ്ട ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ മറിച്ച് എന്റെ വീട്ടിൽ വന്നതാണെങ്കിലും ആരെയും കൂടെ അവൻ പോകുന്നില്ല. അതിന്റെ ചെറിയൊരു പ്രശ്നമല്ലാതെ ഒരു എന്താ പറയാ ആ ഒരു കുട്ടിയായിട്ടുള്ള ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ ഫുൾ ആ ഒരു ഫ്രീഡത്തിലാണ്. പക്ഷെ കുട്ടിയുടേതായ ലെവലിലുള്ള കളികളും കാര്യങ്ങളാണ്. അവനെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അപ്പനും അമ്മൂമ്മയും മാത്രം മതി. അപ്പനും അമ്മമ്മ മീൻസ് ഇവളുടെ അച്ഛനും അമ്മയും പിന്നെ ഇവളുടെ അമ്മച്ചനും അമ്മമ്മയും മതി. അവിടെ പോകുമ്പോൾ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയും. നമ്മളിപ്പോ ഞാനും ഇവളും ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവനെ വീട്ടിൽ നിർത്തി പോവായിരുന്നു. ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ വൈത്തല തന്നെ വരും. അത് കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ അവന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും കെയർ ചെയ്ത് ശ്രദ്ധിക്കുന്നത് അവിടെ ആയാലും അവരാണ്, ഇവിടെ ആയാലും ഇവിടുത്തെവരാണ്. അല്ലാതെ നമ്മളായിട്ട് ഇപ്പൊ അവനായിട്ട് വേണ്ടി പേഴ്സണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴാണ് ലേശോടെ ഒരു മെച്യൂർ വന്നേ. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈശ്വരൻ മാറ്റി തരട്ടെ. ലവ് യു ലോഡ്സ് ഡിയർ. ഇനിയിപ്പോ 2 പേരും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആകണം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് നോക്കാം, നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. എന്തിനാ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന? ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞു. പറ്റിച്ചതൊന്നുമല്ല, പറഞ്ഞല്ലോ. അത് ഇതിന് മുന്നേ ആൻസർ ചെയ്തല്ലോ. ഈഗോ ആയിരുന്നു, വേറെ ഒന്നുമല്ല. നമ്മളല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിട്ടോ അങ്ങനെ ഒന്നുമല്ല. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിമൂവ് ചെയ്ത സമയത്ത് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അത് അങ്ങനല്ല, ഈ കുറെ കുത്താൻ വന്ന ടീംസ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അവരുടെ അടുത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അല്ലാതൊന്നുമില്ല കേട്ടോ. അത് പിന്നെ അവരോട് നിന്നെയൊക്കെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണേ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ അറിഞ്ഞോട്ടെ. ഇപ്പൊ ഞങ്ങളൊന്നും സീനൊന്നുമില്ലല്ലോ. ചേച്ചി ഇനി മുതൽ ചേട്ടന്റെ വീട്ടിലായിരിക്കുമോ? അല്ലെ ഒരുമിച്ച് വീഡിയോ അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ സെപ്പറേറ്റഡ് ആവാൻ എന്താ കാരണം? എന്നാലും വ്യൂവേഴ്സ് ആയ ഞങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ഹോം ടൂറും കൂടെ അവിടുത്തേത് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമാവും. എന്തിനാ നിങ്ങൾ ഇത്രയും ഡേയ്സ് പിരിഞ്ഞു നിന്നത്? ആൻസർ കഴിഞ്ഞതാണ്. ഈഗോ ഒന്നും എല്ലാവർക്കും അറിയേണ്ട ഒരു ആൻസർ ഇത് മാത്രമാണ്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് കണ്ടിരുന്നു. 2 ദിവസത്തിന് ശേഷം അത് ഡിലീറ്റും ആക്കി. പേഴ്സണൽ കാര്യമാവുമ്പോൾ അത് കൺഫേം ആക്കിയിട്ട് മാത്രമേ ഇൻസ്റ്റയിലൊക്കെ ഇടാവൂ. എന്തായാലും ഒന്നിച്ചതിൽ സന്തോഷം. നാത്തൂൻ്റെ ഫോൺ വരുന്നു. പോയി. അതേനോ നാത്തൂൻ്റെ കല്യാണം പ്രമാണിച്ചാണോ ഞാൻ തിരിച്ചു തന്നെ? അതിനുള്ള ആൻസർ ചെയ്ത് കഴിഞ്ഞു. നാത്തൂന്റെ കല്യാണം പ്രമാണിച്ചിട്ടൊന്നുമല്ല ഒരുമിച്ചത്. അങ്ങനെ കിട്ടില്ല. അത് പറഞ്ഞല്ലോ. ഹായ്ഡാ, എല്ലാ പ്രോബ്ലംസും സോൾവ് ആയോ? ഇപ്പം ഒരു കോള് വീട്ടിലൊക്കെ സെറ്റ് അല്ലേ? കപ്പിൾസ് വീഡിയോസ് ഇല്ലാത്തത് എന്താണ്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇത് തന്നെ ഞാൻ എത്ര നേരം അയച്ചിട്ടാ വന്നേന്നറിയാവോ? ഈ യൂട്യൂബിൽ പോസ്റ്റ് കണ്ടിരുന്നു ഡിവോഴ്സ് ആണെന്ന്. എന്താണ് കാര്യം? പിന്നെ നിങ്ങൾ ഒന്നിക്കാൻ കാരണം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇവൻ വെച്ച് ഞാൻ വേണമെന്ന് പറയുന്നു, ഞാൻ വെച്ച് ഇവൻ വേണമെന്ന് പറഞ്ഞു. 2 പേരും വാശിക്കങ്ങ് നിന്നങ്ങ് കൊടുത്ത് 2 പേരും വേണ്ടാന്ന് പറഞ്ഞു. മ്യൂച്വലി ലീഗലായിട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ അയ്യോ പറ്റുന്നില്ല. അപ്പോൾ ഞാനെന്നാലും വാശിക്ക് നിൽക്കുക കേട്ടോ. അതുവരെ ഞാനും എൻ്റെ പുറകിന് പോയപ്പോഴും ഇവന് ഭയങ്കര വാശിയായിരുന്നു. അപ്പം ലീഗലി നീങ്ങി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമല്ലേ, പിറ്റേ ദിവസം ഒരുത്തം വിളിച്ച ഭയങ്കര കരച്ചില്. അന്നൊന്നും ഞങ്ങൾ വീട്ടിൽ പറഞ്ഞില്ല. പിന്നെ പതിയെ വീട്ടുകാരോടും പറഞ്ഞ് അങ്ങനെ. അപ്പം സ്നേഹം ഉണ്ടായിട്ടല്ലേ. എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്ത? സച്ചുവിന്റെ ഈ ഒരു ഇഷ്യൂ കാരണമാണ്. സച്ചുവിന്റെ ഇഷ്യൂ ഒന്നുമല്ലോ, സച്ചുവിന് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം പുറകെ മാറുന്നില്ല, അവൻ്റെതായ കളികളും കാര്യങ്ങളായിട്ട് നീങ്ങുന്നു. പിന്നെ സച്ചുവിന് ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രാവൽ ചെയ്യണം, യാത്ര പോകണം. അത് ആരെ കൂടെ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പം അവിടെ നിന്നാണെങ്കിൽ ഞാനും ഇവളും ഡ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങളൂടെ വരും. അതേ സ്ഥാനത്ത് വേറൊരു കോമഡി, അപ്പം ഭയങ്കര ബഹളമായിരിക്കും. എന്റെ കയ്യിലെ നിൽക്കത്തുള്ളൂ കാര്യം. വഴിയിൽ ഇറങ്ങി കഴിയുമ്പം ഇവന്റെ അച്ഛനും അമ്മയും അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവരോട് പോകും. അപ്പൊ എന്നെ വേണ്ട. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അത് പറഞ്ഞല്ലോ.
ഇത് തന്നെ ഉള്ളൂ, എല്ലാം ഇത് തന്നെ, അല്ലാതെ കഴിഞ്ഞു. അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ പ്രശ്നം. ഒന്നേ പറയാനുള്ളൂ, ഈഗോയും വാശിയൊന്നും ഒന്നിനൊരു പരിഹാരമല്ല, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പം ഇതേ ഉള്ളൂ Q&Aയുടെ നിതിൻ കുമാറിൻ്റെ കൂടെയുള്ള വീഡിയോ. ഇനിയും വീഡിയോ എടുക്കാം, ഇനിയും അവിടുത്തെ ഒരു ഹോം ടൂറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെയ്യാൻ നേരത്തെ ഞങ്ങൾ ഇരുന്നതാണ്, പക്ഷേങ്കിൽ സച്ചു ഒന്നും സെറ്റ് ആയില്ല. പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള സമയം ടൈമില്ലായിരുന്നു. അതാണ് ഇനിയിപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പം കുറച്ച് ദിവസം എന്തായാലും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് പോവാം. അപ്പം ബൈ.